SRJ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രസ്സിലോട്ട് ഒരുപാട് പിക്ചേഴ്സ് നമ്മൾ തയ്യാറുണ്ടല്ലേ. കുറേ ബുക്കുകൾ മാർക്കറ്റിൽ കിട്ടാറുണ്ടോ, നമുക്ക് എങ്ങനെയാണ് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ള സംശയം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ എങ്ങനെയാണ് പിക്ചേഴ്സ് ശേഖരിച്ച് വെക്കുക, നമുക്ക് ആവശ്യമുള്ള പിക്ചർ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പിക്ചർ നമ്മൾ ഒരു ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നത്, ട്രേസിങ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വേണം, ഒരു പെൻസിൽ വേണം, പിന്നെ നമുക്ക് നമ്മുടെ ഫോണിലൊരു പിക്ചർ, നമ്മളൊരു പിൻട്രസ്റ്റ് എന്നൊരു ആപ്പിൽ കയറിയിട്ട് ഒരു പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുക, ഏതാണ് ആപ്പ് മനസ്സിലാക്കിയ ശേഷം അല്ലെങ്കിൽ എങ്ങനെ പിക്ചർ കാണാം എന്നുള്ളതൊക്കെ വൈഡായിട്ട് പറയുന്നുണ്ട്. നന്നായി വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ പിക്ചറൊക്കെ റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഒരു പേപ്പറിലോട്ട് അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോട്ട് നമ്മളിത് ട്രേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോയാലോ. ഇത് നമ്മൾ ഈ ഒരു പിക്ചറാണ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പിക്ചറായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്പ് എല്ലാവരും പോയി ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ കണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറാണ്, നമുക്ക് ഇതുപോലെ സൂം ചെയ്യാനും ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. നമുക്ക് ഏത് സൈസാണ് വേണ്ടത് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും. ഏത് രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ലോക്ക് ഇടാം, സ്ക്രീൻ ലോക്ക് ഇടാൻ വേണ്ടി ലോക്കിൻ്റെ ബട്ടൺ കാണുന്നത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ നമ്മൾ പിക്ചർ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഒന്ന് ലോക്ക് ചെയ്യാൻ പോവുക കേട്ടോ. നമ്മുടെ സൈസ് നമുക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ സൈസിൽ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ലോക്ക് ചെയ്തു. അപ്പോൾ അത് ലോക്ക്ഡാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൊന്നും ചെയ്യില്ല. ഓക്കെ, നമ്മൾ ഈ സൗണ്ട് വോളിയം കൂട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നെക്കിയൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വലുതാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് വെക്കാം. ഒരു ഭാഗത്തോട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കുറച്ച് വലുതാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ലോക്ക് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ലോക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോണിൽ മുകളിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് ഇതുപോലെ നമ്മൾ കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലിലൂടെ ഇതുപോലെ എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലൂടെ നമ്മളിതാ വരച്ച് കൊടുക്കുക. വരക്കാൻ അറിയില്ല എന്നൊരു പേടി കൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ച പിക്ചർ ഏതാണോ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഒരു ഹാഫ് പോർഷനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോണ് ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഈ വോളിയം ബട്ടണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഓപ്പണാക്കി, ലോക്ക് ഓപ്പണായി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ച് കൊടുക്കുക. നേരത്തെ വെച്ച പോലെ തന്നെ നീക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ലോക്ക് ഇടുക. എന്നിട്ട് നേരത്തെ വരച്ച പിക്ചറിൻ്റെ നമ്മൾ എവിടെയാണോ വെച്ച് നിർത്തിയിട്ടുള്ളത് ആ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നേരത്തെ നമ്മൾ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടല്ലോ, നമ്മൾ നിർത്തിയ ആ ഭാഗത്തിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ. വീഡിയോക്കുള്ളല്ലോ ഇതൊന്നും. നമ്മളിതിൻ്റെ മൊത്തം ഭാഗം ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തു കേട്ടോ. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി, കാരണം ഈ ഒരു ലാസ്റ്റ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ഈ ഒരു പിക്ചർ നമുക്ക് വരച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ഏകദേശം നിങ്ങൾക്ക് അതേപോലെ നമ്മൾ എത്ര സൈസിലാണോ നമ്മൾ വരച്ചെടുക്കാൻ ഉദ്ദേശിച്ച് ആ സെയിം സൈസിൽ നമുക്ക് വിചാരിച്ച പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടു നോക്കൂ നിങ്ങൾ, ഈ ഒരു പിക്ചർ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ
ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പിക്ചർ അത് നിങ്ങൾക്ക് ഇതേപോലെ ഏത് സൈസിലാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് പകർത്തിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. ഇനി നിങ്ങൾ വരക്കാൻ അറിയില്ല എന്നൊരു കാരണം കൊണ്ട് ആരും ബാക്കൗട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമല്ല. നിങ്ങൾ ഒരു ഡിസൈനർ ആവണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിസൈനർ ആവണം, നിങ്ങളതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ നിർബന്ധമായും ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ കമൻറ്റ്സ് പരീക്ഷിച്ച് നിങ്ങൾ ചെയ്തിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം, തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മടിയും കൂടാണ്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അഭിപ്രായം കിട്ടുക ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ.